الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. വിനീതരായ അല്ലാഹുവിന്റെ ദാസന്മാരെ, ദാസികളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയരായി ജീവിതത്തിന്റെ സകല മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യം എന്നെയും പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബുൽ ആലമീനായ അല്ലാഹു ആ നിലയിൽ തഖ്വയോടെ ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ നാം മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിൽ സമാഗതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ റമദാനിലൂടെ പ്രയോജനം നേടാനാവശ്യമായ മുൻകരുതലുകൾ നാം സ്വീകരിക്കുകയും അതിന്റെ ഭാഗമായി നമ്മുടെ അഖീദയും നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട ശുദ്ധീകരണവും നിലപാടുകളുടെ വ്യക്തതയും ആവശ്യമാണെന്നതുകൊണ്ട് അല്ലാഹു നിർദ്ദേശിച്ച പ്രകാരമുള്ള ചില സംഗതികൾ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കി പോരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് നമുക്കെല്ലാവർക്കും അറിയാം. മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സ്വാമ റമദാൻ, പരിശുദ്ധ റമദാനിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ, എങ്ങനെ നോമ്പനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ബാഹ്യമായ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ, അതുപോലെ തന്നെ മനുഷ്യന്റെ മറ്റു മേഖലകളിൽ പരിപാലിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ പരിപാലിക്കൽ മാത്രമാണോ? അല്ല, നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ അത് സ്വീകരിക്കുന്നതിന്റെ ഉപാധി പറഞ്ഞത് ഈമാനം വഹ്തിസാബൻ എന്നതാണ്.
ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടെ, വെറുതെ പട്ടിണി കിടക്കലല്ല, വെറുതെ നോമ്പനുഷ്ഠിക്കലല്ല, ഈമാനോടെ ഇഹ്തിസാബോടെ. രണ്ട് ഉപാധികളാണ് അവിടെ വെച്ചത്. അപ്പൊ ഈമാൻ എന്നുള്ളത് ഏതൊരു അമലും അള്ളാഹു സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡമാണ്. സൂറത്തുൽ നഹ്ലിലെ ആയത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ് പലതവണ. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, ആണാവട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു, അമലു സ്വാലിഹാത്തുകൾ ചെയ്തു. എന്നിട്ട് അല്ലാഹു ഇതിന് ഉപാധി വെച്ചു. എങ്ങനെ? വെറുതെ എന്തെങ്കിലും ചെയ്യലല്ല. വഹുവ മുഅ്മിൻ, ഈമാനുള്ള അവസ്ഥയിൽ, ഈമാനുള്ളവനായിക്കൊണ്ട്. അപ്പൊ ഈമാൻ എന്നുള്ളത് അടിസ്ഥാനമാണ്. ആ ഈമാനോടെയുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് ഫലനുഹിയന്നഹു ഹയാത്തുൻ ത്വയ്യിബ, ഇഹലോകത്തും അഥവാ രണ്ട് ലോകങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ത്വയ്യിബത്തായ വിശിഷ്ടമായ ജീവിതം നൽകുമെന്നാണ്. ഈമാനില്ലാത്ത മനുഷ്യരുടെ ജീവിതമല്ല ഈമാനുള്ള മനുഷ്യന്റെ ജീവിതം. രണ്ട് ലോകത്തും, ഈ ലോകത്തും പരലോകത്തും. നമുക്കറിയാം, ഐഹിക ലോകത്ത് ഒരാൾക്ക് ഒരുപാട് സമ്പത്തുണ്ട് എന്ന് വിചാരിക്കും, മറ്റു പദവികളുണ്ട്, സ്റ്റാറ്റസ് ഉണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ഈമാനില്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാനമാനങ്ങളോ പദവികളോ സമ്പത്തോ ഒന്നുമില്ലാത്ത ഒരു മുഅ്മിനിന്റെ ഈ ജീവിതവുമായി കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഈ ഭൗതികമായ ഒരു സംവിധാനവും ഇല്ലാതെ ഈമാനോടെ ജീവിക്കുന്നവൻ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. നമ്മളെ കാണുകയാണ് അതിന്റെ എത്രയോ അനുഭവങ്ങൾ. ശതകോടീശ്വരന്മാർ, ഒരാൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത സമ്പത്തിന്റെ വലിയ ഉടമകൾ അവസാനം ആത്മഹത്യ ചെയ്യുകയാണ്, സൂസൈഡ് ചെയ്യുകയാണ്. കാണാൻ പണമുണ്ട്, പ്രതാപമുണ്ട്, സ്വദേശത്തും വിദേശത്തും ആസ്തികളുണ്ട്, കൊണ്ടു നടക്കാൻ ആളുകളുണ്ട്, പരിവാരങ്ങളുണ്ട്, പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ട്, ചെല്ലുന്നിടത്തെല്ലാം കമനീയമായ ഓഫീസ് കെട്ടിടങ്ങളുണ്ട്. പക്ഷേ ത്വയ്യിബത്തായ ജീവിതമില്ല. അവസാനം നെഞ്ചോട് ചേർത്ത് കാഞ്ചി സ്വന്തം നെഞ്ചു തകർക്കുന്ന രൂപത്തിൽ വലിച്ചുവിടുകയാണ്. എല്ലാവരോടും മാപ്പ് പറയുകയാണ്, ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് യാത്ര പറയുകയാണ് ശതകോടീശ്വരന്മാർ. എന്ന് പറഞ്ഞാൽ ത്വയ്യിബത്തായ ജീവിതം അത് ഈമാൻ കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. ആ ഈമാനിന്റെ അടിസ്ഥാനം അത് കേവലം പ്രഖ്യാപനങ്ങളല്ല, മുദ്രാവാക്യങ്ങളല്ല. പലപ്പോഴും നമ്മൾ മുദ്രാവാക്യങ്ങൾ ഒതുങ്ങുകയാണ്. നമ്മുടെ തൗഹീദും നമ്മുടെ തക്ബീറും നമ്മുടെ തഹ്ലീലും നമ്മുടെ തഹ്മീദും നമ്മുടെ ഇസ്തിർജാഉം ഇതെല്ലാം കേവലം മുദ്രാവാക്യങ്ങളിൽ ഒതുങ്ങുകയാണ്, കേവലം പറച്ചിലുകളിൽ. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ടെക്നോളജിയുടെ ലോകത്തൊരു സ്റ്റിക്കറിൽ ഒതുങ്ങിപ്പോണല്ല, എല്ലാത്തിനും ഒരു സ്റ്റിക്കർ, അതിങ്ങനെ അടിച്ചുവിടുകയാണ്, അതിൽ ഒതുങ്ങിപ്പോവുകയാണ്. എന്നാൽ വളരെ കൃത്യമാണ്. മൻ ഖാലഹാ മുഅ്തഖിദൻ മഅനാഹാ വകാന ആമീലൻ ബിമുഖ്തളാഹാ ഫിൽ ഖൗലി വൽ ഫിഅലി വമാത മുഅ്മിനാ യുബ്അസു യൗമൽ ഹശ്രി നാജിൻ ആമിനാ. നമ്മുടെ ഈമാൻ, നമ്മുടെ അഖീദ, അതിന്റെ അർത്ഥതലങ്ങൾ പഠിച്ച് അത് അമൽ ചെയ്യുകയാണ്. എന്താണോ അല്ലാഹു അക്ബർ എന്നത്, അല്ലെങ്കിൽ അതിന്റെ താല്പര്യം എന്താണോ, കലിമത്തു തൗഹീദിന്റെ താല്പര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം, അതിനെ അനുസരിച്ച് അമൽ ചെയ്യുകയാണ്. ഫിൽ ഖൗലി വൽ ഫിഅലി, ഒരു മനുഷ്യന്റെ വാക്കിലും പ്രവൃത്തിയിലും. ആ വാക്കിലും പ്രവൃത്തിയിലും എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, വമാത മുഅ്മിന, അവസാനം മരിക്കുന്ന അന്ത്യശ്വാസം വരെ അത് കൃത്യമായി പാലിക്കലാണ്, കൃത്യമായി പാലിക്കലാണ്. അതുകൊണ്ട് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ അവന് സ്വർഗമുണ്ട്, അവൻ നരകത്തിൽ നിന്ന് അകന്നവനാണെന്ന് പറയുമ്പോൾ കേവലം ഒരു പ്രഖ്യാപനമല്ല, വലാകിൻ ബിസ്തിജ്മാഇ ശുറൂതി, അതിന്റെ നിബന്ധനകൾ പാലിച്ചു വേണം അത് പറയാൻ, എങ്കിൽ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതിന്റെ നിബന്ധനകൾ പാലിക്കണം. അതാണ് മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞത്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅദ്ദാ ഹഖ്ഖഹാ വഫർളഹാ ദഖലൽ ജന്ന. തൗഹീദിന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവൻ അതിനോടുള്ള ബാധ്യതകൾ പൂർത്തിയാക്കി, അതിന്റെ ഫർളും അതിന്റെ ഹക്കും അതിന്റെ ബാധ്യത പൂർത്തിയാക്കിയാണ് അവൻ പറയുന്നതെങ്കിൽ ദഖലൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോലവന്റെ കയ്യിൽ കിട്ടിയെന്നാണ്. കേവലം ഒരു മൊഴിയൽ മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൽ മാത്രമല്ല, അത് താക്കോലാണ്. താക്കോൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, താക്കോലിന്റെ രൂപമുണ്ട്,
പക്ഷെ അതിന് പല്ലുകളില്ലാത്തൊരു താക്കോൽ, അതുകൊണ്ടൊരു പൂട്ട് തുറക്കാൻ കഴിയില്ല. താക്കോല് കയ്യിൽ കിട്ടി, പക്ഷെ അതിന് പല്ലില്ല എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതാണ് വഹബ് ഇബ്നു മുനബ്ബഹ് റഹിമഹുല്ലാഹ് പറഞ്ഞത്. അദ്ദേഹത്തോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, അലൈസ മിസ്താഹുൽ ജന്നത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സ്വർഗത്തിന്റെ താക്കോലല്ലയോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബല, സ്വർഗത്തിന്റെ താക്കോലാണ്. വലാകിൻ മാ മിൻ മിഫ്താഹിൻ ഇല്ലാ ലഹു അസ്നാൻ ഫഇൻ അതൈത ബിമിഫ്താഹിൻ ലഹു അസ്നാൻ ഫുതിഹ ലക് വഇൻ ലം യുഫ്തഹ ലക്. ആ താക്കോലിന് പല്ല് വേണം. വെറുതെ ഒരു താക്കോല് കയ്യിലുണ്ടായിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അതിന്റെ രൂപമുണ്ടായിട്ട് കാര്യമില്ല. ആ താക്കോലിന് കൃത്യമായ പല്ലുകൾ ഉണ്ടാകണം. പല്ലുണ്ടെങ്കിലേ തുറക്കാൻ പറ്റുള്ളൂ. പല്ലില്ലെങ്കിലോ, പല്ലില്ലാത്ത താക്കോലാണെങ്കിലോ അതുകൊണ്ട് തുറക്കാൻ കഴിയില്ല. അപ്പൊ വളരെ കൃത്യമാണ്. ഈ പരിശുദ്ധമായ റമദാൻ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ അതിനെ സ്വീകരിക്കേണ്ടത്, അതിനെ നമ്മൾ മർഹബ പറയേണ്ടത്, അഹ്ലൻ വസഹ്ലൻ പറയേണ്ടത് അതിന് യോഗ്യനായി നിന്നുകൊണ്ടാണ്. അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. ആ റമദാനെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോ വളരെ കൃത്യമാണ് ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ട് വേണം നിൽക്കാൻ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണമായി ഉൾക്കൊള്ളണമെങ്കിലോ വബിശുറൂതിൻ സബഅത്തിൻ ഖദ് ഖുയിദത് വഫീ നുസൂസിൽ വഹീ ഹഖ്ഖൻ വറദത്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ 7ഓളം നിബന്ധനകൾ പാലിക്കുന്നവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ളൂ എന്നാണ്. 7ഓളം നിബന്ധനയുടെ ഷർത്തുണ്ട്. നമുക്കറിയാം നിസ്കാരത്തിന് ഷർത്തുണ്ട്, വുദൂഇന് ഷർത്തുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഷർത്തുണ്ട്. ഹജ്ജിന് ഷർത്തുണ്ട്, അപ്പോ സക്കാത്തിന് ഷർത്തുണ്ട്, അല്ലേ? ഇസ്ലാം കാര്യം 5 അതിലൊന്നാമത്തത് ഷഹാദത്താണ്. നിസ്കാരത്തിന്റെ ഷർത്തും ഫർദും നമുക്കറിയാം, വുദൂഇന്റെ ഷർത്തും ഫർദും നമുക്കറിയാം, ഹജ്ജിന്റെ ഷർത്തും ഫർദും നമുക്കറിയാം. ഇല്ലെങ്കിൽ പഠിക്കണം, മാസങ്ങളെടുത്ത് പഠിക്കണം. ഹാജിമാർ ഇപ്പോഴും ഹജ്ജ് ക്യാമ്പ് തുടങ്ങി. കാര്യം 10 ലക്ഷമോ 8 ലക്ഷമോ കൊടുത്തിട്ടാ പോണത്. അപ്പൊ അതിന്റെ ഷർത്തും ഫർദും ഒക്കെ ചോദിക്കുകയാണ്. എന്നാൽ ഈ ഹജ്ജ് സ്വീകരിക്കണമെങ്കിൽ, സക്കാത്ത് സ്വീകരിക്കണമെങ്കിൽ, നോമ്പ് സ്വീകരിക്കണമെങ്കിൽ, നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ ആദ്യമായി വേണ്ടത് ഷഹാദത്താണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത്, വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ഷഹാദത്ത്, ആ ഷഹാദത്തിന്റെ ഷർത്ത് അറിഞ്ഞൂടാ, ഫർദ് അറിഞ്ഞൂടാ. ആ ഷഹാദത്തിന്റെ ഷർത്ത് എന്താ അതറിയില്ല, അതെങ്ങനെ ഉൾക്കൊള്ളേണ്ടത് അതറിയില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും അറിയാതെയാണെങ്കിൽ ഫഇന്നഹു ലം യംതഫിഅ ഖായിലുഹാ ബിന്നുതുഖി ഇല്ലാ ഹൈതു യസ്തക്മിലുഹാ. കേവലം ഒരു പ്രഖ്യാപനം കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടോ അല്ലാഹു അക്ബർ കൊണ്ടോ ഒരു പ്രയോജനമില്ല. അതാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹം തന്റെ മുന്നിലുള്ള ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാചകം, അദ്ദേഹം പറഞ്ഞത്, നീ പെരും കള്ളനാണ് എന്നാണ്. സമൂഹത്തോട് അല്ലെങ്കിൽ സദസ്സിനെ നോക്കി അദ്ദേഹം പറഞ്ഞു, പെരും കള്ളന്മാരാണ് നിങ്ങൾ. കാരണം വെച്ചാൽ നിസ്കരിക്കുമ്പോൾ പോലും കളവ് പറയുന്ന പെരും കള്ളന്മാരാണ് നിങ്ങൾ. തന്റെ ഓഡിയൻസിനോട് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞ വാചകമാണ്, തക്ദിബു ഹത്താ ഫീ സ്വലാത്തിക്. നിസ്കരിക്കുമ്പോൾ പോലും നീ നുണ പറയുന്നുണ്ട്. അപ്പൊ ആളുകൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. എന്താണ് ഒരാൾ നിസ്കരിക്കുമ്പോൾ നുണ പറയും? ആരെങ്കിലും കച്ചവടം ചെയ്യുമ്പോഴോ, മാർക്കറ്റിൽ പോകുമ്പോഴോ, കുടുംബജീവിതം നയിക്കുമ്പോഴോ, അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും സംസാരിക്കുമ്പോഴോ ഒക്കെ നുണ പറയുന്നല്ലാതെ ഒരാൾ അള്ളാഹുമായി നടത്തുന്ന മുനാജാത്തിൽ എന്ന് നുണ പറയാനാണ്. അങ്ങനെ സംശയിച്ചിരിക്കുന്ന ഓഡിയൻസിനോട് അദ്ദേഹം പറഞ്ഞു, തഖൂലു അല്ലാഹു അക്ബർ. നീ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അതുപോലും നുണയാണ്. കാരണം അല്ലാഹു അക്ബർ നിന്റെ കൽബിലില്ല. നിന്റെ ജീവിതത്തിൽ അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്ന നിലപാടില്ല. നിന്റെ ഇടപാടുകളിലും നിന്റെ പെരുമാറ്റങ്ങളിലും അല്ലാഹു അക്ബർ എന്ന ബോധമില്ല. തൊള്ളയിൽ അല്ലാഹു അക്ബർ ഉണ്ട്. അപ്പോ നിസ്കരിക്കുമ്പോൾ ആദ്യമായി നീ പറയുന്ന വാക്കുപോലും കളവാണ്. അതുകൊണ്ട് മാറ്റണം എന്നാണ്. ആ കളവിന് പറയരുത്, നേരെ മറിച്ച് ആത്മാർത്ഥമായി അത് പറയണം. അതുകൊണ്ട് 7ഓളം നിബന്ധനകൾ പാലിച്ചാലേ ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവും. ഇതാണ് 7 നിബന്ധന. അൽ ഇൽമു വൽ യഖീനു വൽ ഖബൂലു വൽ ഇൻഖിയാദു ഫദ്രി മാ അഖൂലു വസ്ദിഖു വൽ ഇഖ്ലാസു വൽ മഹബ്ബ വഫഖക അല്ലാഹു ലിമാ അഹബ്ബ. ഒന്നാമത്തേത് ഇൽമാണ്. അറിയണം, പഠിക്കണം. എനിക്ക് വയസ്സ് 50 60 അതല്ലെങ്കിൽ എനിക്ക് പണ്ട് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടിണി കിടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ ബിസിനസ് മോശമാകുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഏതൊരു പ്രൊഫഷനാണോ ചെയ്യുന്നതിൽ മോശമാകുന്നുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ആവശ്യമുണ്ടെന്ന് കണ്ടാൽ നമ്മൾ അന്വേഷിച്ചും പഠിച്ചും അത് മനസ്സിലാക്കുന്നില്ലേ? ഒരു വീട് വെക്കണമെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കുന്നില്ലേ? അതിനൊരു എഞ്ചിനീയറെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ?
അപ്പോ പണ്ട് സ്കൂളിൽ പോയില്ല, മദ്രസയിൽ പോയില്ല, ദറസിൽ പോയില്ല, അറബി കോളേജിലൊന്നും ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പഠിക്കാതിരിക്കുകയാണോ? ആണോ? അല്ല. അങ്ങനെ പഠിക്കാതിരിക്കുന്ന ഒരുത്തൻ, ഇൽമില്ലാത്തൊരുത്തൻ, അവന് ഈമാനില്ല. ഒരു ജാഹിൽ ഈമാനുള്ളവനാകില്ല. ഒരു മുഅ്മിൻ അവൻ ആദ്യം പഠിത്തം തുടങ്ങും. അത് എത്ര പ്രായത്തിലാണെങ്കിലും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ പണ്ട് KG-യിലോ അല്ലെങ്കിൽ LP സ്കൂളിലോ പോയി പഠിച്ച ആളല്ല. നേരെ മറിച്ച് അവരൊക്കെ വലിയ ആളുകളായി 40 വയസ്സ് 42 വയസ്സായി കഴിഞ്ഞതിന് ശേഷമാണ് ഖുർആൻ പഠിക്കാൻ തുടങ്ങിയത് അവര്. കാരണം എപ്പോഴാണ് അവർ മുസ്ലിമാകുന്നത്? അപ്പോ അടിസ്ഥാനപരമായി ആദ്യം വേണ്ടത് ഇൽമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു വിളിച്ചു പറഞ്ഞത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് 7-ാം വയസ്സിൽ പറഞ്ഞല്ലോ റസൂലുള്ളാഹിയോട്. 40-ാമത്തെ വയസ്സിലാണ് റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടുന്നത്. അപ്പൊ അന്നു മുതൽ ഇത് ഉൾക്കൊണ്ട ആ നാള് മുതൽ ഫഅലം, അറിയണം, മനസ്സിലാക്കണം, അറിഞ്ഞു പഠിച്ചു മനസ്സിലാക്കണം, ഇൽമുള്ളവനാകണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തീർച്ചയായും കാര്യം തൗഹീദാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നത് ആരെങ്കിലും പറഞ്ഞു കേട്ട് പറയല്ല, വ്യക്തമായ ഇൽമോടെ അറിവോടെ പറയുകയാണ്. അങ്ങനെയാണ് പറയുന്നതെങ്കിൽ മമ്മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മമ്മാത, ഒരാൾ മരിച്ചു. എങ്ങനെ മരിച്ചു? വഹുവ യഅലമു, അറിഞ്ഞവനായി മരിച്ചു. എന്താണ് അറിഞ്ഞത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞ് അത് മനസ്സിലാക്കി പഠിച്ചൊരുത്തൻ മരിച്ചാൽ ദഖലൽ ജന്ന, അവന് സ്വർഗമുണ്ട്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അതുകൊണ്ട് മറ്റുള്ള എല്ലാത്തിനേക്കാളും ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ടത് പൊളിറ്റിക്സ് അല്ല, രാഷ്ട്രീയമല്ല, അതല്ലെങ്കിൽ ലോക വിവരമല്ല, ജനറൽ നോളജുകളല്ല. നേരെ മറിച്ച് അടിസ്ഥാനപരമായി തൗഹീദിന്റെ ഘടകങ്ങളെ, എന്താ ഇലാഹ്, എന്താ റബ്ബ്, അതുപോലെ തന്നെ എന്താണ് അസ്മാഉൽ ഹുസ്ന, എന്താണ് അസ്മാഉ വസ്സിഫാത്ത്, അല്ലാഹുവിനെ സംബന്ധിച്ച ഇൽമ്, അതാണ് നമ്മൾ പഠിക്കൽ നിർബന്ധിതമായത്. കാര്യം നമുക്ക് ജീവൻ തന്നതും വെള്ളം തരുന്നതും നമ്മെ ശ്വസിപ്പിക്കുന്നതും നമ്മെ ജീവിപ്പിക്കുന്നതും റബ്ബാണ്. അവനെക്കുറിച്ചാണ് ആദ്യം പഠിക്കേണ്ടത്. ആ തൗഹീദാണ് ആദ്യം അറിയേണ്ടത്. മാത്രമല്ല രണ്ടാമത്തെ ശർത്ത് അൽ യഖീൻ, യഖീനാണ്. യഖീൻ എന്ന് പറഞ്ഞാൽ സംശയരഹിതമായിരിക്കണം തൗഹീദ്. സംശയത്തോടെ അത് ശരിയാണോ, ഇത് ശരിയാണോ, അത് ശരിക്കാണോ, ഇത് ശരിക്കല്ലേ, ഇങ്ങനെ സംശയത്തോടല്ല, നേരെ മറിച്ച് സംശയരഹിതമായി പഠിക്കണം. അതാ ഖുർആൻ പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. ഇന്നമൽ മുഅ്മിനൂൻ, വിശ്വാസികൾ. ഇന്നമ എന്നൊരു വാചകത്തിന്റെ ആദ്യത്തിൽ വന്നാൽ നമുക്കറിയാം, അറബി ഭാഷ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ അവർ പറഞ്ഞൊരു ഹസുറാണ്, അത് ഹസുറാണ്. ഇനി പറയുന്ന വിശേഷണങ്ങളുള്ളവർ, അവർക്ക് മാത്രമാണ് ആ സിഫത്ത്, ആ യോഗ്യത കിട്ടുക. ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ആമനൂ ബില്ലാഹ്, അവർ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്, വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിച്ചവരാണ്, സുമ്മ ലം യർതാബു, പിന്നെ ആ വിഷയത്തിൽ ഒരു സംശയവും അവർക്കില്ല. സംശയരഹിതമായി യഖീനാണ്. വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അവർ ജിഹാദ് ചെയ്യുകയും ചെയ്യുന്നു. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സിദ്ഖുള്ളവർ, അവരാണ് സിദ്ഖുള്ളവർ. എന്നാൽ മുനാഫികളെ പറ്റി അല്ലാഹ് എന്താ പറഞ്ഞത്? അവരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ സംശയം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, അനുവാദം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. വർതാബത് ഖുലൂബുഹും ഫഹും ഫീ റൈബിഹിം യതറദ്ദദൂൻ, അവരെപ്പോഴും കൺഫ്യൂഷനിലാണ്, സംശയമാണ്. പേരിൽ അവർ ഇസ്ലാമുണ്ട്, പേരിൽ അവർ മുസ്ലിങ്ങളാണ്, പേരിൽ അവർക്ക് തൗഹീദുണ്ട്, പള്ളിയിലൊക്കെ ഇടക്കിടക്ക് വരാറുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം വർതാബത് ഖുലൂബുഹും ഫഹും ഫീ റൈബിഹിം യതറദ്ദദൂൻ, സംശയത്തിൽ അവരിങ്ങനെ വിഹരിക്കണം. ഒരു സംശയം കൊണ്ട് തീരുന്നില്ല, തൗഹീദിന്റെ സംശയവും തീരുന്നില്ല, റിസാലത്തിന്റെ സംശയവും തീരുന്നില്ല. അങ്ങനല്ല, യഖീൻ വേണം. യഖീൻ എന്ന് പറഞ്ഞാൽ സംശയരഹിതമായി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വാചകം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നീ റസൂലുള്ളാഹ് ലാ യൽഖല്ലാഹ ബിഹിമാ അബ്ദുൻ ഗൈറ ശാക്കിൻ ഫീഹിമാ ഇല്ലാ ദഖലൽ ജന്നah. ഷഹാദത്ത് ചൊല്ലി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി ഒരാള്, എന്നിട്ടോ ഗൈറ ശാക്കിൻ ഫീഹിമാ, ആ കാര്യത്തിൽ സംശയം പിന്നെ ഉണ്ടായിട്ടില്ല, പിന്നെ ഒരു സംശയം ഉണ്ടാകാതെ സംശയരഹിതമായി യഖീനോടെ അവർ ജീവിച്ചാൽ ഇല്ലാ ദഖലൽ ജന്ന, അവർക്കുള്ളതാണ് സ്വർഗം.
അവ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് കണ്ടീഷൻസ് ഉണ്ട്. വെറുതെ സ്വർഗത്തിലേക്ക് ഓടിക്കറാൻ കഴിയില്ല. അതിന് യോഗ്യത നേടണം, അതിന് ക്വാളിഫൈഡ് ആയിരിക്കണം. ആ ക്വാളിഫൈഡ് ആകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യഖീനോടെ തൗഹീദ് ഉൾക്കൊള്ളണം, ഷഹാദത്ത് ഉൾക്കൊള്ളണം. മൂന്നാമത്തെ ഷർത്ത് ഖബൂലാണ്, ഖബൂലിയത്താണ്. ഖബൂലിയത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രയോജനവും അതിന്റെ പ്രതിഫലനവും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നിലപാടിൽ പ്രകടമായിരിക്കണം. അതാണ് ഖബൂലിയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മനോഹരമായി ഇത് ഉദാഹരണ സഹിതം പറഞ്ഞു. മസലു മാ ബഅസനില്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും ഇൽമുമായി എന്നെ നിയോഗിച്ചു. ആ നിയോഗിച്ചതിന്റെ ഉപമ കമസലിൽ ഗൈസ്, ഒരു മഴ പോലെയാണ്. ഒരു മഴ പോലെ. എന്താ മഴയുടെ ഉപമ? അദ്ദേഹം നന്നായി സമൃദ്ധമായി ഒരു പ്രദേശത്ത് മഴ പെയ്തു. അസ്വാബ അർളൻ, ഒരു ഭൂമിയിൽ, ഒരു പ്രതലത്തിൽ അത് വീണു ആ മഴ. ഫകാന മിൻഹാ നഖിയത്തുൻ ഖബിലത്തിൽ മാ ഫഅംബതത്തിൽ കലഅ വൽ ഉസ്ബ വൽ കസീർ. അവിടെ നല്ല ചെടികൾ, നല്ല ഹരിതാഭമായ അവസ്ഥയിലേക്ക് ആ മഴ പെയ്തപ്പോൾ മാറി. കാരണം ആ വെള്ളം ആ മണ്ണ് സ്വീകരിച്ചു, ആ മഴയെ മണ്ണ് സ്വീകരിച്ചു. വകാനത്ത് മിൻഹാ അജാദിബു അംസകത്തിൽ മാ ഫനഫ അല്ലാഹു ബിഹന്നാസ്. അതിൽ കുറച്ച് ഉറച്ച പ്രതലങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രതലങ്ങളിൽ വെള്ളം കെട്ടിക്കിടന്നു. അപ്പോ കുറെ പ്രദേശം അത് സ്വീകരിച്ചു. ഉറച്ച ചില പ്രദേശങ്ങളിൽ ആ വെള്ളം കെട്ടിക്കിടന്നു. അതുകൊണ്ട് എന്താ ഗുണം? ഫശരിബു വസഖൗ വസറഉ. അത് വഴി അത് പിന്നീട് കൃഷി ചെയ്യാനും കുടിക്കാനും വേനൽക്കാലത്ത് ഉപയോഗിക്കാനും ഒക്കെ കഴിയുന്ന രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്താനും കഴിഞ്ഞു. എന്നാലോ അതുപോലെ തന്നെ അസ്വാബ മിൻഹാ ത്വായിഫത്തൻ ഉഖറ, മറ്റൊരു പ്രദേശത്തും മഴ പെയ്തു. ഇന്നമാ ഹിയ ഖിയാനുൻ ലാ തുംസികുൽ മാ വലാ തുംബിതുൽ കല. അതിങ്ങനെ ഒഴുകിപ്പോയി വെള്ളം. മഴ പെയ്തു, ഇങ്ങനെ ഒഴുകിപ്പോയി. അവിടെ ഒന്നും മുളച്ചില്ല, ഒരു ചെടിയും മുളച്ചില്ല. അതവിടെ അവർക്ക് സ്റ്റോർ ചെയ്യാനും കഴിഞ്ഞില്ല. മഴ ഇങ്ങോട്ട് പെയ്തു, ആ മഴ എങ്ങോട്ടോ പോയി. അതുകൊണ്ടൊരു പ്രയോജനം കിട്ടാത്ത നാട്. ഇതുപോലെയാണ് ഞാനും എനിക്ക് നൽകപ്പെട്ട ഇൽമും നിങ്ങളും തമ്മിലുള്ള ഉപമ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാൻ വിശദീകരിക്കാൻ, മസലു മൻ ഫഖിഹ ഫീ ദീനില്ലാഹി വനഫഅഹു മാ ബഅസനില്ലാഹു ബിഹി ഫഅലിമ വഅല്ലമ വമസലു ലം യർഫഅ ബിദാലിക റഅസൻ വലം യഖ്ബൽ ഹുദല്ലാഹി അല്ലദീ അർസൽതു ബിഹി. ഇതുപോലെയാണ് ഞാൻ നിയോഗിക്കപ്പെട്ട ആൾ. ചില പ്രദേശങ്ങളിൽ ഈ തൗഹീദിന്റെ മഴ പെയ്തു, റിസാലത്തിന്റെ മഴ പെയ്തു. അതുപോലെ തന്നെ അവിടെ നുബുവത്തിന്റെ മഴ പെയ്തു, ഇൽമിന്റെ മഴ പെയ്തു. അവിടെ ആ നാട് പച്ചിപ്പുള്ള നാടായി, ഈമാനുള്ള നാടായി, തൗഹീദുള്ള നാടായി. മാത്രമല്ല ആ ഇൽമ അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ടു, അടുത്ത തലമുറക്കത് മാറ്റം ചെയ്യപ്പെട്ടു, കൈമാറ്റം ചെയ്യപ്പെട്ടു. അങ്ങനെ ആ നാട് സമൃദ്ധമായി. എന്നാലോ ചില പ്രദേശങ്ങളിൽ ഇതിങ്ങനെ ഒഴുകിപ്പോയി, മഴ പെയ്തിട്ട് അങ്ങോട്ട് പോയി എന്നല്ലാതെ ഒരു മാറ്റം, ഒരു ഖബൂലിയത്തും ഉണ്ടായില്ല. അതുണ്ടാകാൻ പാടില്ല. നേരെ മറിച്ച് ഖബൂലിയത്ത് എന്നുള്ളത് സ്വീകരണം, അത് സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് സ്വീകരിക്കാതെ പോകുന്നവർ നഷ്ടകാരികളാണ്. അപ്പോ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, മൂന്നാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ തൗഹീദിന്റെ ശർത്തായി പറയപ്പെട്ടത് അതിന്റെ ഖബൂലിയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കാൻ, അത് ഉൾക്കൊള്ളാൻ, ആ നിലയിൽ തന്നെ അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. إن الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. തൗഹീദിന്റെ നാലാമത്തെ ഷർത്ത് അൽ ഇൻഖിയാ, പൂർണ്ണ മനസ്സോടെ സമർപ്പിതമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. ഏതൊരാള് അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ചു, എങ്ങനെ സ്വീകരിച്ചു? അസ്ലമ വജ്ഹഹു ലില്ലാഹ്, അവന്റെ മുഖത്തെ അള്ളാഹുവിനെ സമർപ്പിച്ച്, അല്ലെങ്കിൽ അവനെ തന്നെയും അള്ളാഹുവിനെ സമർപ്പിച്ചു. അവന്റെ മുഖം എന്ന് പറഞ്ഞാൽ അവനെ തന്നെയും അള്ളാഹുവിനെ സമർപ്പിച്ച് വഹുവ മുഹ്സിൻ, മുഹ്സിനായി ഏറ്റവും നല്ല ഇഹ്സാനിയ്യത്തോടെ സമർപ്പിതമായി സ്വീകരിച്ചു. വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ, ഋജുമാനസനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ പിൻപറ്റുകയും ചെയ്തു. എന്നുവെച്ചാൽ കാപട്യമില്ലാതെ, കളങ്കമില്ലാതെ, പൂർണ്ണമായ അർത്ഥത്തിൽ സമർപ്പിതമായ ഇൻഖിയാദ് എന്നുള്ളതാണ് നാലാമത്തെ ശർത്ത്. അഞ്ചാമത്തെ ശർത്ത് സിദ്ഖ്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും, ആകാശം ഇടിഞ്ഞ് വീണെന്ന് പറഞ്ഞാലും ഈ തൗഹീദിൽ നിന്ന് ഞാൻ പുറത്തു പോകൂല. അതെന്റെ തല പോകുമെന്ന് പറഞ്ഞാലും, മനസ്സിലായോ, അതെന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാലും ഇതിൽ നിന്ന് ഒരു അണുവിട ഞാൻ പുറകോട്ട് പോകില്ല എന്ന ഉറച്ച നിലപാട്. അതാ സിദ്ഖ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അങ്കബൂത്ത്, അത്ഭുതകരമായ ഒരു അധ്യായമാണ് സൂറത്തുൽ അങ്കബൂത്ത്.
അതിന്റെ തുടക്കത്തിൽ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം അഹസിബൻ നാസു അൻ യുത്റകൂ അൻ യഖൂലൂ ആമന്നാ വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്ന الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. മരിക്കുന്നത് വരെ ഇരുന്ന് ആലോചിച്ച് കൽബിൽ ഉറപ്പിച്ച് ചിന്തിക്കേണ്ട ആയത്താണത്. ഇടക്കിടക്ക് ഈ ആയത്ത് ഇങ്ങനെ ഓതണം. അല്ലാഹു ചോദിക്കണ ഹസിബൻ നാസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊക്കെ പറയുന്ന ഈ അന്നാസ് കരുതുന്നുവോ, വലിയ സിദ്ധാന്തം മുഴക്കുന്ന വലിയ ദീനിന്റെ അഹ്ലുകാരാന്ന് പറയുന്ന ഈ അന്നാസ് കരുതുന്നുവോ, അയ്യുത്രഹു അയ്യഖൂലു ആമന്ന, അവർ ഞങ്ങൾ ഇങ്ങനെ മുവഹിദുകളാണ്, തൗഹീദിന്റെ ആളുകളാണ് എന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവരെ അങ്ങ് വിട്ടുകളയുമെന്ന് വിചാരിച്ചോ? പടച്ചവനെ പറഞ്ഞു പറ്റിക്കാം എന്ന് വിചാരിച്ചോ? ഒറ്റ വാക്കിൽ പറഞ്ഞത് എങ്ങനെയാണ്? അള്ളാനെ പറഞ്ഞു പറ്റിക്കാമെന്ന് വിചാരിച്ചോ? അല്ല, അഹസിബൻ നാസു അയ്യുത്രഹു അയ്യഖൂലു ആമന്ന, അള്ളാഹുവിനെ പറഞ്ഞു പറ്റിക്കാമെന്ന് വിചാരിച്ചോ? വഹും യുഫ്തനൂൻ, അത് പറഞ്ഞതുകൊണ്ട് മാത്രം അള്ളാഹു വെറുതെ വിടുമെന്ന് വിചാരിച്ചോ? ഒരു പരീക്ഷണമില്ല, ഓരോ നമ്മുടെ ആളാണെന്ന് പറഞ്ഞു വിടുമെന്ന് വിചാരിച്ചോ? എന്നിട്ട് വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ് അമ്പിയാക്കൾ കഴിഞ്ഞുപോയടോ, സിദ്ദീഖുകൾ കഴിഞ്ഞുപോയി, ശുഹദാക്കൾ കഴിഞ്ഞുപോയി, സ്വാലിഹുകൾ കഴിഞ്ഞുപോയി. അവരല്ല പരീക്ഷിക്കാതെ വിട്ടിട്ടില്ല. പിന്നല്ലേ അതിനേക്കാൾ പുറംപോക്കിൽ ജീവിക്കുന്ന മനുഷ്യരെ, അമ്പിയാക്കളും സിദ്ദീഖുകളും ശുഹദാക്കളും സ്വാലിഹുകളും കഴിഞ്ഞുപോയി, അവരല്ല പരീക്ഷിക്കാതെ വിട്ടില്ല. ചെങ്കടലിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ആ പാതിരാത്രിയിൽ മൂസാ നബിയെ നിർത്തിയത് എന്തിനെന്നറിയോ? തൗഹീദ് തെളിയിക്കാൻ. തൗഹീദ് തെളിയിക്കാൻ, അല്ലാതെ പരവതാനി വിരിച്ചു കൊടുത്തിട്ട് അവിടെ സിംഹാസനമിട്ട് അവിടെ കയറി ഇരുന്ന് തൗഹീദ് പറ, തൗഹീദ് തെളിയിക്കുന്നല്ല മൂസാ നബിയോട് പറഞ്ഞത്. പറഞ്ഞിട്ടുണ്ട് സുലൈമാൻ നബിയോട്. സുലൈമാൻ നബിയെ പരീക്ഷിച്ചത് സിംഹാസനം വിരിച്ചു കൊടുത്തിട്ടാണ്. ആ സിംഹാസനത്തിന്റെ പളവളപ്പിൽ തൗഹീദ് തെറ്റുമോന്നറിയാൻ മഹാനായ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുപോയി നിർത്തിയത് തൗഹീദ് തെളിയിക്കാൻ. ആകാശം മുട്ടി ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ നിർത്തിയിട്ടാണ്. അവിടെ നിന്നിട്ടാണ് ഇബ്രാഹിം നബി പറഞ്ഞത് ഹസ്ബി അല്ലാഹ്. നാടും നാട്ടുകൂട്ടവും നാട്ടുകാരും ഭരണകൂടവും അതുപോലെ തന്നെ സർവരും തനിക്കെതിരാകുന്ന വേളയിൽ തന്റെ മുന്നിൽ ആളിക്കത്തുന്ന തീക്കുണ്ടാരം നിർത്തി. അവിടെ നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തി, ഇബ്രാഹിം പറയുന്ന തൗഹീദ് സത്യത്തിന്റെ തൗഹീദാണ്. അലറി വിളിക്കുന്ന സമുദ്രത്തിന്റെ മുന്നിലും പുറകിൽ വരുന്ന കിരാതമായ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായ സ്വേച്ഛാധിപതിയായ ആ ഫറോവയുടെ കിങ്കരമായ പട്ടാളക്കൂട്ടത്തിന്റെ ഇടയിൽ നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ കൊണ്ട് തൗഹീദ് പറയിച്ചു. ഖല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഇല്ലടോ, ഒരു ചുക്കും സംഭവിക്കില്ല. ഈ പട്ടാളം വന്നാലും അലറി വിളിക്കുന്ന സമുദ്രത്തിന്റെ ഇടയിൽ ഈ പാതിരാത്രിയിൽ പെട്ടുപോയാലും ഖല്ല, ഒരു ചുക്കും സംഭവിക്കില്ല. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. അവിടെ നിന്നിട്ടാ തൗഹീദ് പറയേണ്ടത്. അതാണ് തൗഹീദ്. അത് അല്ലാഹു പറഞ്ഞു വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ മഹത്തുക്കളിൽ മഹോന്നതന്മാരായ ആളുകളെ നാം വെറുതെ വിട്ടിട്ടില്ല പരീക്ഷിക്കാതെ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, എന്താ പറഞ്ഞത്? ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ, സത്യസന്ധമായി തൗഹീദ് പറയുന്നത് ആരാണെന്ന് അറിയണം. ഫലയഅലമന്നല്ലാഹു, അല്ലാഹുവിനെ അറിയുക തന്നെ വേണം. അറബി ഭാഷ അറിയുന്നവർക്ക് ആ പ്രയോഗത്തിന്റെ തൗഹീദ് അറിയാം. ഫലയഅലമന്നല്ലാഹ്, അല്ലാഹുവിനെ അറിയുക തന്നെ വേണം. ഏതാണ്? സദഖു, സത്യസന്ധമായി തൗഹീദ് പറയുന്നത് ആരാണ്, സത്യസന്ധമായി ഷഹാദത്തിന്റെ ആളുകൾ ആരാണ് എന്നറിയണം. വലയഅലമന്നൽ കാദിബീൻ, പറഞ്ഞു പറ്റിക്കുന്ന നുണയന്മാരാരാണെന്നും അല്ലാഹുവിനെ അറിയണം. അത് നടത്താതെ ഒരടി മുന്നോട്ട് വിടില്ല എന്ന് റബ്ബ് പറയുകയാണ്. അതാണ് സിദ്ഖ്. സിദ്ഖ്, സത്യസന്ധമായിരിക്കണം. ആറാമത്തതൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് വെച്ചാൽ ഒരൽപ്പം പോലും ശിർക്ക്, അതിന്റെ അംശം കലരാൻ പാടില്ല. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അല്ലാഹുവിന് മാത്രം, റബ്ബിന് മാത്രം. നാട്ടുകാരെ കാണിക്കാനോ കൂട്ടുകാരുടെ സപ്പോർട്ട് കിട്ടാനോ അതല്ലെങ്കിൽ ആളുകൾ കൈയടിക്കാനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും താല്പര്യത്തിനോ അല്ല, ഒരാളും വേണ്ട, ഒരാൾക്കുമല്ല. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റാ. താങ്ക്സ് എന്നോട് പറഞ്ഞു പോകരുതെന്നാണ്. നന്ദി എന്നോട് പറയരുത്, നന്ദി എന്നോട് പറയണ്ട. ഞാനൊരു കാര്യം ചെയ്തു തന്നിട്ട് നന്ദി എന്നോട് പറയണ്ട. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റാ. ഇതിന് പകരം നിങ്ങൾ ഒരു വോട്ടും തരണ്ട.
നിങ്ങളൊരു ഇതിന് പകരമായി ഒരു ചുക്കും തരണ്ട. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല, ഇത് അല്ലാഹ്ക്ക് വേണ്ടി ചെയ്തതാണ്, റബ്ബിന് വേണ്ടി മാത്രമാണ്. ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടിയാണ്. അതാ അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായി കലർപ്പില്ലാതെ അല്ലാഹുവിന് നെഞ്ചെറിഞ്ഞു കൊടുക്കുന്നത് അതായിരിക്കണം തൗഹീദ്. അങ്ങനെയായിരിക്കണം ഇഖ്ലാസ്. അതുപോലെ തന്നെ ഏഴാമത്തത് അൽ മഹബ്ബ, ഇത് വെറുപ്പോടെ ചെയ്യുന്നതല്ല, ഇതെന്റെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്, ഇതെന്റെ ഈമാനിന്റെ തിളപ്പാണ്, ഇതെന്റെ റബ്ബിനോടുള്ള മഹബ്ബത്താണ്, അല്ലാഹുവിനോടുള്ള ഇഷ്ടമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മനുഷ്യരിൽ ചില മനുഷ്യരുണ്ട്, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ചില അള്ളാഹുവിന് പുറമെ ചില പങ്കാളികൾ അവർ സ്ഥാപിച്ചിരിക്കുകയാണ്. അത് പലതുമാകാം. അള്ളാഹുവിന് പുറമെ ചില കേന്ദ്രങ്ങളെ, മൂർത്തികളെ, ശൈഖിനെ, അതല്ലെങ്കിൽ വ്യക്തികളെ, അങ്ങനെയുള്ള പലതിനെയും അള്ളാഹുവിന് പുറമെ അവർ സ്ഥാപിച്ചിട്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരതിനെ സ്നേഹിക്കുകയാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരതിനെ സ്നേഹിക്കുകയാണ്. ചില ഘട്ടങ്ങളിൽ അള്ളാഹുവിനേക്കാൾ അവർ അവയെ സ്നേഹിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ടാന്ന് ഉള്ള ഒരു കാര്യം, അള്ളാഹ് ഹറാമാക്കിയ ഒരു സംഗതി, അള്ളാഹ് ചെയ്യരുതേ എന്ന് പറഞ്ഞൊരു സംഗതി ആരാന് വേണ്ടി ചെയ്യുകയാണ്. അപ്പൊ അള്ളാഹിനേക്കാളും മഹബ്ബത്ത് മറ്റവനോടായി. എന്നിട്ട് അള്ളാഹ് പറയാണ്, എന്നാൽ അറിയണേ, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാനുള്ളവർ അല്ലാഹുവിനോട് അചഞ്ചലമായ സ്നേഹമുള്ളവരാണ്, ശക്തമായ ഹുബ്ബുള്ളവരാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാനുള്ളവൻ അല്ലാഹുവിനെയാണ് ഇഷ്ടം, അല്ലാഹുവിനോടാണ് മഹബ്ബത്ത്, അല്ലാഹുവിനോടാണ് പ്രേമം, അല്ലാഹുവിനോടാണ് ഇഷ്ടം, അല്ലാഹുവിനോടാണ് കൂടുതൽ അടുപ്പം. ആ റബ്ബിനപ്പുറം ഒരാളുമില്ല, ഒരാളോടും ഇഷ്ടമില്ല. നിന്നെ എനിക്കിഷ്ടമാകാം, പക്ഷെ നിന്നെക്കാൾ എനിക്കിഷ്ടം എന്റെ റബ്ബിനെയാണ്. ഭാര്യ എനിക്കിഷ്ടമാണ്, പക്ഷേ എന്റെ ഭാര്യയെക്കാൾ എനിക്കിഷ്ടം എന്റെ റബ്ബിനെയാണ്. നേതാവിനെ എനിക്കിഷ്ടമാണ്, എന്റെ നേതാവിനേക്കാൾ എനിക്കിഷ്ടം എന്റെ റബ്ബിനെയാണ്. അതുകൊണ്ട് തന്നെ എന്റെ റബ്ബിനോടുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്തില്ലാതെ, ആ ഇഷ്ടമില്ലാതെ കേവലം നിർബന്ധിതനായി പറയുന്ന മൊഴികൾക്കൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായി ഈ 7 ഷർത്തുകൾ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ഈമാൻ സ്ഫുരിപ്പിക്കാൻ കഴിയണം. ഈ വലയത്തിലായിരിക്കണം നമ്മൾ. ഈ പറയപ്പെട്ട 7 സംഗതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിന്റെ മഹത്വം, തൗഹീദിന്റെ മഹത്വം ഉദ്ഘോഷിക്കാൻ എന്ന് നമുക്ക് കഴിയുന്നുവോ, അന്ന് അല്ലാഹു നമ്മളിൽ തൃപ്തരാണ്. റബ്ബ് നമ്മെ തൃപ്തിപ്പെടും. അല്ലാഹു തൃപ്തിപ്പെട്ടവരെയാണ് അല്ലാഹു വിളിക്കുന്നത്. അവന്റെ മലക്കുകളെ അയച്ചുകൊണ്ട്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നതു തുർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. ജീവിക്കാൻ, തൗഹീദ് തെളിയിക്കാൻ അല്ലാഹു ജീവിതം തന്നിട്ട്, തൗഹീദ് തെളിയിക്കാൻ അല്ലാഹു അവസരം തന്നിട്ട്, തൗഹീദ് ബോധ്യപ്പെടുത്താൻ അല്ലാഹു അവസരം തന്നിട്ട്, ഈ ലോകത്ത് ആ കിട്ടിയ വളരെ കുറഞ്ഞ 60-70 കൊല്ലത്തെ തുച്ഛമായ ജീവിതത്തിന്റെ സകല മേഖലകളിലൂടെയും കടന്നുപോയി, പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി, സൗഭാഗ്യങ്ങളിലൂടെ കടന്നുപോയി, സന്തോഷത്തിലൂടെയും സന്താപത്തിലൂടെയും കടന്നുപോയി. ആ നടന്നുപോയ വഴികളിൽ മുഴുവനും അല്ലാഹുവിലുള്ള വിശ്വാസം, തൗഹീദ് തെളിയിച്ച് കഴിഞ്ഞുപോയ മനുഷ്യർ അവസാനം പിടഞ്ഞ് അന്ത്യശ്വാസം വലിക്കുന്ന നേരത്ത് മലായിക്കത്തുകൾ വന്ന് പറയാണ്, തൃപ്തിപ്പെട്ട സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. നീ ഇത്രയും കാലം കൊണ്ടു നടന്ന ഈ വിശ്വാസം ആർക്കു വേണ്ടിയായിരുന്നോ, നിന്റെ അമലും നിന്റെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും സ്നേഹവും അതുപോലെ സമർപ്പണവും സിദ്ഖും ആർക്കു വേണ്ടിയായിരുന്നോ, ആ റബ്ബിലേക്ക് വരൂ, റബ്ബിലേക്ക് വരൂ. ഇർജിഇ ഇലാ റബ്ബിക്, നിന്റെ റബ്ബിലേക്ക് വാ. എങ്ങനെ? റാദിയതൻ മർദിയ, അല്ലാഹു നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, നീ അല്ലാഹുവിലും തൃപ്തനായിരുന്നു. നിന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷാർത്ഥങ്ങളിലും അല്ലാഹുവിൽ നീ തൃപ്തിപ്പെട്ടതുപോലെ അല്ലാഹുവും നിന്നെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് റബ്ബിന്റെ ഇൻവിറ്റേഷൻ, ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, കടന്നുവാ എന്റെ സച്ചരിതരായ അടിമകളുടെ ഇടയിലേക്ക് കടന്നുവാ, സ്വാലിഹുകളുടെ ഇടയിലേക്ക് കടന്നുവാ. ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിമ എന്ന് അല്ലാഹു പറഞ്ഞു. തശ്രീഫിന്റെ ഇലാഫത്താണത്, റബ്ബിലേക്കാണ് ചേർത്തത്. അതെ, ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിമകൾ, എന്റെ ദാസന്മാരിലേക്ക് കടന്നുവാ. ഫദ്ഖുലി ജന്നതി, ഞാനൊരിക്കൽ സ്വർഗത്തിലേക്ക് കടന്നുവാ എന്ന വിളി കേട്ട് മരിക്കണമെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു വലയം നാം സ്വീകരിക്കുക. ആ ഒരു തെളിമയോടെ പരിശുദ്ധ റമദാനെ നമ്മൾ ഏറ്റെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഏറ്റവും വിശുദ്ധമായ ഈമാനിന്റെ ഉടമകളായി നാം ഓരോരുത്തരെയും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.
ഒരുപാട് ആളുകൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും നമ്മൾ ഒരുപാട് മരണപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. ഇന്ന് ഖുത്ബക്ക് കയറുന്നതിന് മുമ്പ് കവരത്തിയിലുള്ള ഒരു സഹോദരൻ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എന്റെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ വളരെ സജീവമായ അല്ലാഹുവിന്റെ ദീനി ദഅവാ രംഗത്ത് പ്രവർത്തിക്കുന്ന വടുതലയിൽ നമ്മുടെ സഹോദരൻ അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടു. ഓരോരുത്തരായി യാത്ര പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വേർപെട്ടു പോകുന്ന, മരണപ്പെട്ടു പോകുന്ന, ഖബറിലേക്ക് എടുത്തു മാറ്റപ്പെടുന്ന നമ്മുടെ വ്യക്തിത്വങ്ങൾ, നമ്മളുമായി ജീവിതം പങ്കിട്ട മനുഷ്യർ, ബന്ധമുള്ള മനുഷ്യർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വീകരിക്കുമാറാകട്ടെ. ഖബർ എന്ന് പറഞ്ഞ ഇടുങ്ങിയ ലോകമാണ്, നമ്മളെല്ലാവരും പോയി കിടക്കേണ്ട ഇടമാണ്. ആ ചെറിയ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വലുതാക്കി കൊടുക്കുന്ന സൗഭാഗ്യവാന്മാരുണ്ട്, വിശാലമാക്കി കൊടുക്കുന്ന. അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈഹി, ഒരു മനുഷ്യനെ മറമാടിയിട്ട് നമ്മളെല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈഹി, അല്ലാഹുവേ ഈ ഖബറിനെ ഇരു പാർശ്വങ്ങളിൽ നിന്നും നീ വിശാലമാക്കി കൊടുക്കണേ എന്ന് ദുആ ചെയ്യാറുണ്ട് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, ഉപ്പമാർ, ഉമ്മമാര്, മരണപ്പെട്ടു പോയവർ, അല്ലാഹുവിന്റെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗം കണ്ടു കിടക്കാൻ, അത് ആശ്വസിച്ച് അതിന്റെ മണമാസ്വദിച്ച് കിടക്കാൻ അല്ലാഹുമ്മ അഖിമ്മസ്സഅ, അല്ലാഹുവേ ലോകം വേഗം അവസാനിപ്പിച്ച ആ സ്വർഗത്തിലേക്ക് എത്തിക്ക് എന്ന് ദുആ ചെയ്ത് ഖബറിൽ കഴിയുന്ന മനുഷ്യരുണ്ട്. അത്തരത്തിൽ സ്വാലിഹുകളായ മനുഷ്യരിൽ, അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചു കഴിയുന്ന മനുഷ്യരിൽ, നമ്മുടെ ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മനുഷ്യർ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. സ്വാലിഹായ മരണം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കടമില്ലാത്ത മരണം, പ്രയാസങ്ങളില്ലാത്ത മരണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയിലുള്ള മരണം അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പോരായ്മകളും ഒരുപാട് കുറ്റങ്ങളും കുറവുകളും തെറ്റുകളും മഹാപാപങ്ങളും സംഭവിച്ച പാപികളാണ്. അല്ലാഹുവേ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായും പരസ്യമായും ചെയ്ത സർവമാന പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹുവേ വിശുദ്ധിയോടെ പരിശുദ്ധ റമളാനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹുവേ ഞങ്ങൾ അറിവ് കുറഞ്ഞവരാണ്, ഞങ്ങളുടെ പഠനം വളരെ കുറവാണ്. അല്ലാഹുവേ നിന്നെ അറിയാൻ, നിന്റെ തൗഹീദ് അറിയാൻ, നിന്റെ റസൂലിന്റെ റിസാലത്ത് അറിയാൻ കഴിയാതെ പോയ വളരെ വിവരം കുറഞ്ഞ മനുഷ്യരാണ്. അല്ലാഹുവേ നിന്റെ ഫضل കൊണ്ട് ഞങ്ങൾക്ക് ഇൽമും ഫഹ്മും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹുവേ വിവരമില്ലാത്തവരെ ഞങ്ങൾ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാഹുവേ ആവശ്യമായ സർവ്വ അറിവും അറിഞ്ഞ് ആസ്വദിച്ച് അല്ലാഹുവേ തൗഹീദ് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹുവേ ഞങ്ങളോടൊപ്പം ജീവിക്കുന്നവർ, അല്ലാഹുവേ ഞങ്ങളോടൊപ്പം ജീവിതം പങ്കിടുന്നവർ, ഞങ്ങളുടെ ഇണകൾ, അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ, അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ, റബ്ബേ ഞങ്ങളുടെ അയൽവാസികൾ, അല്ലാഹുവേ ഒരു സലാം കൊണ്ടെങ്കിലും ഞങ്ങൾ ഇടപെടുന്ന മനുഷ്യർ, അല്ലാഹുവേ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഈ പറയുന്ന മുഴുവൻ ആളുകളെയും സന്തോഷത്തോടെ കണ്ടുമുട്ടാനുള്ള അവസരം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് വരുന്ന ഇബാദത്തിലെ വീഴ്ചകൾ, അല്ലാഹുവേ നിന്നോടുള്ള ബാധ്യതകളുടെ വീഴ്ചകൾ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹുവേ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രതിസന്ധികളെയും നീ ദൂരീകരിക്കണേ അല്ലാഹുവേ ഞങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണേ റബ്ബേ. അല്ലാഹുവേ നിന്റെ ബർക്കത്തിലും നിന്റെ റഹ്മത്തിലും ജീവിക്കാൻ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും അല്ലാഹുവേ നിന്റെ പ്രത്യേകമായ ബർക്കത്തും റഹ്മത്തും ചൊരിഞ്ഞു തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ശിഷ്യന്മാർ, അല്ലാഹുവേ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾ, അല്ലാഹുവർക്ക് നല്ല ഇൽമും ഫഹ്മും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ നാളെയുടെ നേതാക്കളാക്കി വളർത്തണേ അല്ലാഹു ഒരു സമൂഹത്തെ നയിക്കാൻ ആവശ്യമായ എല്ലാവിധ കഴിവും പ്രതാപവും ഞങ്ങളുടെ സന്താനങ്ങൾക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾക്കും ഞങ്ങളുടെ ശിഷ്യഗണങ്ങൾക്കും അല്ലാഹുവേ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. والحمد لله رب العالمين.